ഹായ് ഫ്രണ്ട്സ്, IBPS PO എക്സാംസിൻ്റെ കാര്യത്തിൽ അപേക്ഷിക്കുമ്പോൾ എല്ലാവരെയും കുഴക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ബാങ്ക് പ്രിഫർ ചെയ്യേണ്ടത്, അഥവാ ബാങ്കിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പലരും കൺഫ്യൂസ്ഡ് ആണ്, ഏത് ബാങ്ക് സെലക്ട് ചെയ്യണം. പിന്നീട് അത് നമ്മുടെ പോസ്റ്റിങ്ങിനെയും നമ്മുടെ ഇൻ്റർവ്യൂവിലും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ, പിന്നീട് നമ്മുടെ സെലക്ഷനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബാങ്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് സെലക്ഷൻ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രൊമോഷനെ ആയാലും നമ്മുടെ പോസ്റ്റിങ്ങിനെ ആയാലും നമ്മുടെ ദീർഘകാലമുള്ള ഒരു കാര്യത്തെ അത് ബാധിക്കും. കാരണം നമ്മളൊരു ബാങ്ക് ചൂസ് ചെയ്യുന്നത് വൈസ്ലി ആയിരിക്കണം. എന്തൊക്കെയാണ് നമ്മളൊരു ബാങ്ക് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപേക്ഷിക്കുന്ന ബാങ്കിന് നിങ്ങളുടെ ഏരിയയിലുള്ള പ്രസൻസ് ആണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ആ ബാങ്കിൻ്റെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പ്രസൻസ് ഉള്ള ബാങ്ക് ഏതൊക്കെ? ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയൊക്കെ ചൂസ് ചെയ്തിട്ട് എപ്പോഴും മുംബൈയിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാങ്ക് ചോയ്സ് പ്രിഫറൻസ് മാറിപ്പോയതുകൊണ്ടാണ്. ചില പ്രിഫറൻസ് മാറുമ്പോൾ നമുക്കെല്ലാം എക്സാക്ട്ലി പറയാൻ കഴിയില്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു കാനറ ബാങ്ക് ചൂസ് ചെയ്ത ആൾ സൗത്ത് ഇന്ത്യയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, അല്ലാണ്ട് നോർത്തിലേക്കുള്ള ട്രാൻസ്ഫേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് റീജിയൻ വൈസ് ട്രാൻസ്ഫർ ആയിരിക്കും ഒക്കെ. പക്ഷേ എന്നാലും നമ്മുടെ റീജിയനിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ കൂടുതൽ പ്രസൻസ് ഉള്ളൊരു ബാങ്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റി ഉൾപ്പെടുന്ന റീജിയനിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റീജിയൻ വൈസ് ട്രാൻസ്ഫർ നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രസൻസ് ഓഫ് ബാങ്ക് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് ബാങ്കിൽ നമുക്ക് ഏറ്റവും നന്നായി ചൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കാണ് ഇത് കാനറ ബാങ്ക് അല്ലേ. കാരണം കാനറ ബാങ്കിന് ഇവിടെ നല്ല പ്രസൻസ് ഉള്ള ബ്രാഞ്ചാണ്. കാരണം ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് സിൻഡിക്കേറ്റ് ബാങ്ക് കൂടി ആഡ് ചെയ്യപ്പെടുമ്പോൾ കാനറ ബാങ്കിൻ്റെ പ്രസൻസ് വീണ്ടും കൂടിയിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ആനുകൂല്യം നോർത്തുകാർക്കും ഉണ്ട്. കാരണം നോർത്തിൽ കാനറ ബാങ്കിൻ്റെ സ്വാധീനം ഇപ്പോൾ കൂടുകയാണ്. കാരണം സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ആഡ് ഓൺ ചെയ്യപ്പെടും. ഇതേപോലെ ഒരു ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ നോർത്തിലേക്ക് പ്രിഫറൻസ് കൊടുത്തിരുന്നൊരു ബാങ്കാണ്, നമുക്ക് കേട്ട് പരിചയം ഉണ്ടായിരുന്നൊരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നുള്ള ബാങ്ക്. എന്നാൽ നെടുങ്ങാടി ബാങ്ക് അവരിലേക്ക് പോയപ്പോൾ, നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ചേർന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് കേരളത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മളെ പ്രസൻസ് എന്തായി? ആ പ്രസൻസ് കൂടി. അപ്പോൾ എപ്പോഴും നമ്മൾ ആ പ്രസൻസിന് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഇപ്പോൾ ചില ഏരിയയിൽ എന്നാന്ന് കാണാം എങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എത്ര വേക്കൻസി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റൈസ് ചെയ്യുന്ന ബാങ്കിന് വേക്കൻസി കുറവാണെങ്കിൽ നമ്മുടെ സെലക്ഷനെ ബാധിക്കും. അപ്പോൾ വേക്കൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഇപ്പോൾ കാനറ ബാങ്കൊക്കെയാണ് എല്ലാ വർഷവും നല്ല വേക്കൻസി അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ വേക്കൻസി ലിസ്റ്റ് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മൾ വേക്കൻസി ലിസ്റ്റ് നോക്കാതെ പല കുട്ടികളും കൊടുക്കുന്നത്. വേക്കൻസി ലിസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിരുന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിരുന്ന് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ബാങ്ക് ചൂസ് ചെയ്യാവൂ. അതർവൈസ് നമ്മൾ ചെയ്യുന്നൊരു റോങ് സെലക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്ന്, ദാറ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്. ഇത് ലീസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കാൻ കാരണം ബാക്കി രണ്ടുമാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഏരിയയിൽ നമ്മുടെ റീജിയനിൽ ഈ ബാങ്കിന് എത്ര സ്വാധീനമുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആരും വിട്ടുവീഴ്ചയില്ല. ഓക്കെ, 2 വേക്കൻസി തന്നെയാണ്. മൂന്നാമത്തത് മാത്രമാണ് ആ ബാങ്കിൻ്റെ സ്റ്റാറ്റസ്. എന്തുകൊണ്ടാണ്? ഒരു ബാങ്കിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ നാളത്തെ നമ്മുടെ ആനുകൂല്യങ്ങളായിക്കോട്ടെ, ആ ബാങ്കിൻ്റെ ട്രാൻസ്ഫർ പോളിസി ആയിക്കോട്ടെ, ആ ബാങ്കിൻ്റെ നിലനിൽപ്പായിക്കോട്ടെ, മേർജിങ് കേസുകൾ. അപ്പോൾ വലിയ വലിയ ബാങ്കുകളിലേക്കാണ് ചെറിയ ബാങ്കുകൾ മേർജ് ആയിട്ട് വരിക. അപ്പോൾ ഒരു ബാങ്കിൻ്റെ സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഈ ബാങ്ക് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, അപ്പോൾ എത്രത്തോളം മേർജിങ് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, മേർജിങ് ഒരു മോശമായ കാര്യമൊന്നുമല്ല, മേർജിങ് കൊണ്ട് നമുക്കൊരു നഷ്ടമൊന്നുമില്ല. പക്ഷേ എന്നാലും മേർജിങ് പോസിബിലിറ്റീസ് വലിയ ബാങ്കുകൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വലിയ ബാങ്കിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. പ്രോഫിറ്റബിലിറ്റിയുള്ള ബാങ്കുകൾ എല്ലാ വർഷവും ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം ആ ബ്രാഞ്ച് ഇൻക്രീസ് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് SBIക്ക് എന്നുള്ള പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ, ബ്രാഞ്ച് ഇൻക്രീസ്, അവരെ പ്രോഫിറ്റ്. അതുപോലെ IBPS ലിസ്റ്റിലേക്ക് വരുമ്പോൾ IBPS ലിസ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ കാനറ ബാങ്ക് പോലുള്ള അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ബാങ്കുകൾ പ്രോഫിറ്റബിലിറ്റിയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ബാങ്കുകളാണ്. അപ്പം പ്രോഫിറ്റബിലിറ്റി ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന പ്രോഫിറ്റബിലിറ്റി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ 2020 വരെ വന്ന ലിസ്റ്റാണത്. അതിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റ് നിൽക്കുന്ന ആരാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. പക്ഷെ നമുക്കിതിൽ എല്ലാ ബാങ്കും ചൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാ ബാങ്കും മറ്റ് 2 കാര്യങ്ങൾ ഉണ്ടാവണം. മറ്റ് 2 കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? അത് പ്രസൻസ് ഇൻ യുവർ റീജിയനും അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസുമാണ്. ഇതെല്ലാം ഒത്തുവരണം.
അതിൻ്റെ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ആഡ് ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി നോട്ട് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി അല്ല നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി. പ്രോഫിറ്റബിലിറ്റി ആദ്യത്തെ പ്രയോറിറ്റി ആയി കഴിഞ്ഞാൽ കുഴപ്പം വെച്ചാൽ നമുക്ക് അതേ ബാങ്കിന് നമ്മുടെ നാട്ടിൽ പ്രസൻസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ബാങ്ക് ഓഫ് ബറോഡയാണ് ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി കിടക്കുന്നത്. കാനറ ബാങ്കാണ് സെക്കൻഡ്. നമുക്ക് സ്വാധീനമുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വാധീനമുള്ള ബാങ്കാണ് ആര്, കാനറ ബാങ്ക്. അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റബിലിറ്റി ലിസ്റ്റിൽ, അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി ലിസ്റ്റിൽ, അതുപോലെ റീജിയൻ ബേസ്ഡ് ലിസ്റ്റിലൊക്കെ കയറി വരുന്നു ആര്, കാനറ ബാങ്ക്. സോ കാനറ ബാങ്ക് നമുക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും എന്തുകൊണ്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും നല്ല ഏതാണ്, കാനറ ബാങ്കാണ്. കാനറ ബാങ്കിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഫിറ്റബിലിറ്റിയിലേക്കും എല്ലാത്തിലേക്കും തലയണയായി. ഓക്കെ, നമ്മുടെ ബ്രാഞ്ചിൻ്റെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ റീജിയൻ പ്രസൻസ് നോക്കുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യയിലെ പ്രസൻസ് നോക്കുകയാണെങ്കിൽ, അതിന് ബാക്കി എല്ലാ കാര്യം ഇൻ്റർവ്യൂ പ്രാക്ടീസ് നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് എന്താണ് കാനറ ബാങ്കിൻ്റെ അവരുടെ എന്താണ് ശരിക്കും നമ്മൾ പിന്നെ പറയാം ട്രാൻസ്ഫർ പോളിസീസ് എന്ന് പറയും. ഈ ട്രാൻസ്ഫർ പോളിസി ഒക്കെ നോക്കിയാൽ കാനറ ബാങ്ക് അതിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ബാങ്ക് ഓഫ് ബറോഡ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് പ്രയോറിറ്റി ആവില്ല. കാരണം ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിൽ അവർക്കുള്ള സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഞ്ചസിൻ്റെ എണ്ണം നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ നോർത്തിലാണ് പ്രസൻസ് കൂടുതലുള്ളത്. അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള റീജിയനിലൊക്കെയാണ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് പ്രസൻസ് കൂടുതലുള്ളത്, മുംബൈയിലൊക്കെ ബാങ്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് പ്രസൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ നോർത്തേൺ റീജിയനിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഇല്ല എന്നല്ല, ഇവിടെ ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ബാങ്ക് ഓഫ് ബറോഡ വരും, കാരണം ബിക്കോസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഇവിടെ ആവശ്യത്തിന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ കൂടുതൽ ബ്രാഞ്ചില്ല. അവരുടെ മെയിൻ പ്രയോറിറ്റി ഇവിടെ അല്ല, സൗത്ത് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. റെഡി. മൂന്നാമത്തെ ആരാ, PNB. ഞാൻ പറഞ്ഞു PNB നമുക്കിപ്പോൾ ഒരു ഓപ്ഷനാണ്. കാരണം എന്താ, PNB നമ്മൾ എങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നു വെച്ചാൽ, PNBക്ക് ഇപ്പോൾ ഇവിടെ റീജിയൻ വൈസ് പ്രസൻസ് ഉണ്ട്. നെടുങ്ങാടി ബാങ്കുകളെല്ലാം PNB ആയത്, നെടുങ്ങാടി ബാങ്കിൻ്റെ ചരിത്രം ഇപ്പോഴത്തെ പുതിയ കുട്ടിയെ കയറണമെന്നില്ലെങ്കിലും നെടുങ്ങാടി ബാങ്കുകളെല്ലാം PNB ആയതുകൊണ്ടുള്ള ഒരു സ്വാധീനം നമുക്കുണ്ട്. അതുപോലെ PNBയുടെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ എടുക്കാൻ കാരണം എന്തായിരുന്നു, വേക്കൻസീൻ്റെ കാര്യത്തിലും PNB ഉണ്ട്. മൂന്നാമത്തെ എന്താണ്, PNBയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിലും PNBയുടെ പ്രോഫിറ്റബിലിറ്റി തേർഡ് റാങ്ക് PNBക്കാണ്. അവർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് റിപ്പോർട്ടറാണ്, എങ്കിലും നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ചൂസ് ചെയ്യാം, നമ്മുടെ പ്രയോറിറ്റി കൊണ്ടുവരാം. കാരണം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇവിടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ റീജിയനിൽ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടുവരാം, വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇന്ത്യൻ ബാങ്ക് ഒരുപാട് സ്വാധീനമുള്ളൊരു ബാങ്കാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയെക്കാളും നമുക്കിവിടെ സ്വാധീനമുള്ള ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ്. പ്രോഫിറ്റബിലിറ്റിയിൽ മോശക്കാരനല്ല, നമുക്ക് ആവശ്യത്തിന് ബ്രാഞ്ചസ് ഉണ്ട്, ഇവിടെ ആവശ്യത്തിന് നല്ല പ്രവർത്തനമുണ്ട്, റീജിയൻ വൈസ് ഓക്കെയാണ്, വേക്കൻസി വൈസ് ഓക്കെയാണ്, പ്രോഫിറ്റബിലിറ്റി വൈസ് ഓക്കെയാണ്. ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്യാം. ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ലീസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ വരും. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇവിടെ പ്രസൻസ് കുറവാണ്, കൂടി വരുന്നുണ്ട്, അവരിപ്പം മെല്ലെ മെല്ലെ കൂട്ടുന്നുണ്ടെങ്കിലും കേരളത്തിൽ പ്രസൻസ് കുറവാണ്. അല്ലെങ്കിൽ സൗത്തിൽ പ്രസൻസ്, അപ്പോൾ സൗത്തിൽ അവിടെ പ്രസൻസ് കൂട്ടും, സൗത്തിലുണ്ട്, തമിഴ്നാട്ടിൽ പോയുണ്ട്. ഓക്കെ, ബാങ്ക് ഓഫ് ഇന്ത്യ വേണേൽ നമ്മുടെ ചോയ്സ് ആക്കാം. പ്രോഫിറ്റബിലിറ്റിയിൽ 6ാം സ്ഥാനക്കാരാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നമ്മൾ റേസ് പ്രിഫറൻസിലാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന, കാരണം ഇവിടെ കുറേ സ്ഥലങ്ങളിൽ അതിന് പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിലും ഇവിടെ സ്വാധീനം നോക്കുകയാണെങ്കിൽ ഉണ്ട്. യൂക്കോ ബാങ്ക് നമുക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നമ്മുടെ പ്രയോറിറ്റിയിലുണ്ട്, പക്ഷേ നമുക്കത് ലീസ്റ്റിലേക്ക് കൊടുത്താൽ മതി. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 സെഗ്മെൻറ്റുകൾ ഒന്നുകൂടി പരിശോധിച്ചാൽ, പ്രസൻസ്, നമ്മുടെ റീജിയനിലെ പ്രസൻസ്, നിങ്ങൾ സ്റ്റഡി, ഞാനീ പറയുന്നത് നിങ്ങൾ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്ത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇത് നിങ്ങൾ സ്റ്റഡി ചെയ്യാനുള്ളൊരു മാർക്കറായി തരുന്നത്. ഞങ്ങൾ തരുന്ന മാർക്കർ വെച്ച് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അതാണ് പ്രധാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രസൻസ് എടുക്കുന്നു, നമ്പർ ഓഫ് വേക്കൻസി എടുക്കുന്നു, പ്രോഫിറ്റബിലിറ്റി എടുക്കുന്നു. നമ്മൾ സൗത്തിലേക്ക് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ചോയ്സ് ആയിട്ട് ഞങ്ങൾ വെക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ വെക്കുന്ന ഒരു പ്രിഫറൻസ് ലിസ്റ്റ് മാത്രമാണ്. ഐ റിപ്പീറ്റ്, ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ ദിസ് പ്രിഫറൻസ് ലിസ്റ്റ്. നിങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റുകളും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡീസും ഇതിനകത്ത് ആവശ്യമാണ്. ആ സ്റ്റഡി ചെയ്യാനുള്ള മാർക്കർ നമ്മൾ ആദ്യം തന്നു കഴിഞ്ഞു. ഓക്കെ, കറക്റ്റ് ഒരു സൂചന നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്, കാനറ ബാങ്ക് തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷന് കൊടുക്കേണ്ടത്. ഒരുപാട് ബ്രാഞ്ചസ്, റീജിയണൽ പ്രസ് ഓക്കെയാണ്, വേക്കൻസി വൈസ് ഓക്കെയാണ്, പ്രോഫിറ്റിൽ നാഷണൽ വൈഡിൽ 2ാം സ്ഥാനക്കാരനാണ്, നോ ഇഷ്യൂ. ഓക്കെ, ഗ്രോത്ത് റേറ്റിൽ ബാങ്ക് ഓഫ് ബറോഡ മുകളിലാണ്. സെക്കൻഡ് ആരാ, ഇന്ത്യൻ ബാങ്ക്. ഞാൻ പറഞ്ഞു പ്രസൻസ് ഓക്കെ, റീജിയൻ വൈസ് ഓക്കെ, പ്രോഫിറ്റ് ലിസ്റ്റിലുണ്ട്. യൂണിയൻ ബാങ്ക് നമ്മുടെ തേർഡ് ഓപ്ഷൻ. PNB നമ്മുടെ ഫോർത്ത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, തേർഡും ഫോർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വേണേൽ മാറ്റാം. PNB ലാസ്റ്റ്. സെൻട്രൽ ബാങ്ക് വേണേൽ എടുക്കാം. ഓക്കെ, IOB ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി ലിസ്റ്റും, അതുപോലെ റീജിയൻ പ്രസൻസും വേക്കൻസി പ്രസൻസും. ഇനി നമ്മളിതിൻ്റെ അകത്ത് വേറെ ചില കാര്യങ്ങളോട് സ്റ്റഡി ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇൻ്റർവ്യൂ പാറ്റേൺസ്, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങൾ സൗത്തിലാണോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലാണോ എന്നുള്ളൊരു പഠനം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അവരുടെ ഒരു ട്രാൻസ്ഫർ പോളിസി സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തരാത്ത, ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 2 കാര്യം ഒന്നും പറയാത്ത. ഓക്കെ, ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്. ഐ തിങ്ക് ദിസ് വിൽ ബി ദ ബെറ്റർ ഓപ്ഷൻ ഫോർ യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുക. പ്രയോറിറ്റിയിലേനി സംശയം വേണ്ട, എല്ലാവരും കൊടുത്തോളാം. All the best to all of you. See you as IBPS PO officers.
ടീംമേറ്റ്സിൽ IBPS PO ബേസ്ഡ് ലെസൺസ് ഉള്ള പ്രത്യേക ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. SBA PO ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവ്യൂ പോളിസി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ഫർദർ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഫർദർ ഇൻഫർമേഷൻ. താങ്ക് യു.